പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഒരു 11 വർഷം മുമ്പ് ശ്രീ ഉമ്മൻചാണ്ടി സാറ് മുഖ്യമന്ത്രിയായിരുന്ന സമയത്ത് പണി കഴിപ്പിച്ചൊരു പാലമാണിത്. ഈ പാലത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ വളരെ പ്രത്യേകതയുള്ളൊരു നിർമ്മാണമാണ്. അപ്പോൾ ഈ പാലത്തിൽ കയറണമെന്നുണ്ടെങ്കിൽ ലോങ് ജമ്പ്, ഹൈ ജമ്പ് പഠിച്ചവർക്ക് മാത്രമേ ഈ പാലത്തിൽ കയറാൻ സാധിക്കത്തുള്ളൂ. ആദ്യം ലോങ് ജമ്പ് ചാടിയിട്ട് ഹൈ ജമ്പ് ചാടിയിട്ട് ആദ്യത്തെ പില്ലറെ കയറുക, പിന്നെ ലോങ് ജമ്പ് ചാടി വേണം നമ്മൾ അപ്പുറത്ത് കടക്കാനായിട്ട്. നല്ല സൂപ്പർ പാലമാണ്. നമുക്കതിൻ്റെ വിശദാംശങ്ങളിലേക്ക് കിടക്കാം. ഈ പാലം എന്ന് പറഞ്ഞാൽ, പാലം എന്ന് ഇതിനെ പറയാൻ പറ്റൂ? അപ്പം എന്നെ വേറെ വാക്കുകളൊക്കെ ഇനി സംഘടിപ്പിച്ചുകൊണ്ട് വരണം. അത് സാരമില്ല, എന്നാൽ ഒരു കാര്യം ചെയ്യാം, പാലം എന്ന് തന്നെ പറയാം. ഈ പാലം സ്ഥിതി ചെയ്യുന്നത് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അതായത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ മണ്ഡലത്തിലാണ് ഈ പാലം ഉള്ളത്. അത്രയും പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാലോ, പുതുപ്പള്ളി നിയോജക മണ്ഡലത്തിൽപ്പെട്ടതാണ് ഈ പാലം. ഇത് കൃത്യമായിട്ട് പറയുവാണെന്നുണ്ടെങ്കിൽ കോട്ടയം ജില്ലയിലെ ആറുമാനൂർ ഭാഗത്തായിട്ട് വരും. പാറക്കടവ് പാലം എന്ന് പറയും. അപ്പോൾ ഇത് 2015 അന്നത്തെ കേരള മുഖ്യമന്ത്രിയും പുതുപ്പള്ളി നിയോജക മണ്ഡലം MLAയുമായിരുന്ന ഉമ്മൻചാണ്ടി സാറാണ് ഇത് തുടങ്ങി വച്ചത്. അപ്പോൾ ഇത് തുടങ്ങി വെച്ചിട്ട് ഇന്നേക്ക് 2015 2015, 10, 25, 1, 26 അപ്പോൾ 11 വർഷത്തോളമായി ഇത് തുടങ്ങി വെച്ചിട്ട്. എപ്പോഴും ഇങ്ങനെ തൂണ് പോലെ ഇങ്ങനെ നിൽപ്പുണ്ട്. സംഭവം എന്തൊക്കെയാണെന്ന് പറഞ്ഞാലും ഈ പാലം പൂർത്തിയായിരുന്നെങ്കിൽ ആറുമാനൂർക്കാർക്ക് ഏറ്റുമാനൂരോട്ട് പോകാനായിട്ടൊക്കെ ഒരു എളുപ്പമായേനെ. 4 കോടി രൂപയോളമാണ് ഈ പാലത്തിനായി അനുവദിച്ചിരുന്നത് എന്നാണ് അറിഞ്ഞത്. എന്തൊക്കെയായാലും ഈ പാലം നിന്നുപോയതിൻ്റെ ഉത്തരവാദിത്തം ആരേറ്റെടുക്കും എന്നുള്ളതാണ് ചോദ്യം. അതായത് കഴിഞ്ഞ പ്രാവശ്യം തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ്റെ ഒരു ബോട്ട് ജെട്ടിയെക്കുറിച്ച് സംസാരിച്ചല്ലോ. അപ്പോൾ അവിടെ അദ്ദേഹം പറഞ്ഞതനുസരിച്ച് ഈ ഭരണമാറ്റം വന്നപ്പോഴാണ് അത് പൂർത്തിയാക്കാൻ പറ്റാതെ വന്നത് എന്നാണ് കേട്ടിരിക്കുന്നത്. അപ്പോൾ അതുപോലെ തന്നെ ഭരണം മാറിയപ്പോഴുള്ള പ്രശ്നങ്ങൾ മൂലമാണോ ഈ പാലം ഇങ്ങനെ പൂർത്തിയാകാതെ വെറും തൂണുകൾ മാത്രമായിട്ട് ഇങ്ങനെ അസ്ഥിപഞ്ജരം പോലെ നിൽക്കുന്നത് എന്നുള്ളതാണ് സംശയം. ഭരണം മാറിയിട്ടാണെങ്കിലും അല്ലെങ്കിലും ശരി, ഇതുപോലെ ഓരോരോ പദ്ധതികൾ ആവിഷ്കരിക്കും, അതിനുശേഷം ഫണ്ടും അനുവദിക്കും. അതിനുശേഷം പിന്നെ കുറേ തറക്കല്ലിടിയിലും ഇതുപോലെ കുറേ തൂണുകളും കമ്പികളും മറ്റുമൊക്കെ ആയിട്ട് ബോട്ട് കെട്ടിയും അങ്ങനെയൊക്കെ ആയിട്ട് ഓരോന്ന് തുടങ്ങി ഇങ്ങനെ വെക്കും. അതിനുശേഷം പറയും, ഭരണം മാറിപ്പോയി, അതാണ് പ്രശ്നം, ഇതാണ് പ്രശ്നം എന്ന് പറയും. ഒരാൾ അങ്ങോട്ട് തള്ളുമ്പം ഒരാൾ ഇങ്ങോട്ട് തള്ളും. അതായത് UDF അങ്ങോട്ട് പിടിച്ച് തള്ളുമ്പം LDF ഇങ്ങോട്ട് പിടിച്ച് തള്ളും. ഞങ്ങളുടെ പ്രശ്നമല്ലെന്ന് ഇവർ പറയും, അവർ പറയും അവരുടെ പ്രശ്നമാണെന്ന് പറയും. ഇതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും വലിയടാ വലി, കാട്ടിലെ തടി തേവരുടെ ആന, വലിയടാ വലി. അതായത് നമ്മളുടെ ജനങ്ങളുടെ നികുതിപ്പണം എടുത്തിട്ട് ഈ കളി കളിച്ചിട്ട് പിന്നെ ഇവരങ്ങോട്ടും ഇങ്ങോട്ടും കൈ മലർത്തിക്കൊണ്ടിരുന്നിട്ട് പ്രത്യേകിച്ച് വല്ലോ കാര്യമുണ്ടോ? ഇനിയും ഇടതനും വലതനും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി കുത്തി പറ്റിക്കപ്പെടാൻ മലയാളികളുടെ ജീവിതം ഇനിയും ബാക്കി. പ്രബുദ്ധ മലയാളി എന്നുള്ള പേര് മാത്രം ബാക്കി. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ, കോട്ടയം ജില്ലയിൽ തന്നെ ഇതുപോലെ പണി തീരാത്തൊരു എത്രയോ പ്രപഞ്ച മന്ദിരങ്ങൾ കാണും. അപ്പോൾ കേരളം മൊത്തത്തിൽ നോക്കിയാലോ, ഇതുപോലെ എത്ര എണ്ണം ഇങ്ങനെ തൂണും തുരുമ്പുമായിട്ടൊക്കെ ഇങ്ങനെ നിൽപ്പുണ്ടായിരിക്കും അല്ലേ? അപ്പോൾ എത്രയോ ഫണ്ടുകൾ, എത്രയോ നമ്മുടെ ടാക്സ് പണങ്ങൾ എവിടെയൊക്കെ എങ്ങോട്ടൊക്കെ പോയോ ആവോ. എത്ര മനോഹരമായ ആചാരങ്ങൾ. ഇനിയും ഇതുപോലെ മനോഹരമായിട്ടുള്ള ആചാരങ്ങൾ വേണമെന്നുണ്ടെങ്കിൽ രാഷ്ട്രീയം നോക്കിയും മതം നോക്കിയും വോട്ട് കുത്തിക്കൊണ്ടേയിരിക്കും.